എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജ്ഞാനഗംഗ. ഞാനൊരു വീഡിയോ ഇടാൻ കഴിയാതിരുന്നത് യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ. അതായത് വെള്ളിയാഴ്ച എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത്തിരി യാത്ര കഴിഞ്ഞപ്പോൾ ടയേർഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടണമെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാർഡ് എടുക്കാം. കാർഡൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എന്നെ വാച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വാച്ച് ചെയ്യുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആദ്യ കാർഡ് കിട്ടിയേക്കണത് ദ മജീഷ്യൻ, സെക്കൻഡ് കാർഡ് 9 ഓഫ് പെൻറ്റക്കിൾസ്, തേർഡ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സ്. ഇങ്ങനെയാണ് കാർഡ് കിട്ടിയേക്കണത്. ഓഫ് ഡെക്ക് വന്നേക്കണത് പേജ് ഓഫ് സോൾസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യ കാർഡിൻ്റെ മീനിങ് നോക്കാം. മജീഷ്യൻ മൊത്തം ഒരു മഞ്ഞ കളർ ആയ കാരണം കൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബുള്ള മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ ഒരു റെഡ് കളറുണ്ട്, യെല്ലോ കളറും ഉണ്ട്. കൂടുതലും ഈ രണ്ട് കളറാണ് കൂടുതലും നിൽക്കുന്നത്. അവിടെ മേശയിൽ ഒരുപാട് ഐറ്റംസ് മജീഷ്യൻ്റെ മുമ്പിൽ ഇരിക്കണം. അതായത് ഒട്ടേറെ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ കാർഡിനെ സൂചിപ്പിക്കുന്നത്. കാരണം ഒട്ടേറെ എല്ലാതും ഉണ്ട്. സോഴ്സ് ഉണ്ട്, പെൻറ്റക്കിൾസ് ഉണ്ട്, കപ്സ് ഉണ്ട്, വാൻസ് ഉണ്ട്, എല്ലാതും ഉണ്ട്. എല്ലാം പോസിറ്റീവ് വൈബാണ്. പക്ഷെ അത് നിങ്ങൾ എത്രകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, കാരണം ലൈഫ് തന്നെ ഒരു മാജിക്കാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ലൈഫ് തന്നെ ഒരു മാജിക്കാണ്. പക്ഷെ നിങ്ങളെന്ന വ്യക്തി എത്രകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാജിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. കാരണം നിങ്ങളൊരു വിൽ പവറുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള വ്യക്തിയാണ്. അതുപോലെ ഒട്ടേറെ അവസരങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാനും നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ ഒരാളാണ്. ഒട്ടേറെ ആഗ്രഹങ്ങളും കഴിവുകളും അതല്ല, നല്ല വ്യക്തിത്വത്തിനുടമയാണ്, നല്ല വിൽ പവറുള്ള ഒരാളാണ്, ഒട്ടേറെ കഴിവുകളുള്ള ഒരാളാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാം. അത്തരം കഴിവുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു എനർജറ്റിക് ഉള്ള ഒരാളാണ്. ഇവിടെ ഒരു വലിയ മാറ്റത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിക്ക് വലിയൊരു മാറ്റം വന്നു. പക്ഷെ ആ മാറ്റം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഒരുപാട് വരുത്തി എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ തലയ്ക്ക് മുകളിലൊരു ഇൻഫീരിറ്റി കാണുന്നുണ്ട്. അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങൾ വേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ തീരുമാനങ്ങളിൽ വന്നൊരു മാറ്റം കാരണം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒട്ടേറെ ധനമാണ്, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ ഇടവന്നു. ഒരു വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങളൊരു പുതിയൊരു സംരംഭമോ പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ധനത്തെ നഷ്ടം വന്നു. നിങ്ങൾ വൈബ് തന്നെയാണ്, പോസിറ്റീവ് വൈബ് തന്നെയാണ് ചുറ്റും. പക്ഷെ എന്നിരുന്നാലും ഒരുപക്ഷെ ആർക്കെങ്കിലും മേജർ ഒരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും ഇത്തിരി പൈസ സഹായിച്ചതായിരിക്കാം. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം. നിങ്ങളൊരു നല്ല മനുഷ്യ സ്നേഹിയും നല്ലൊരു പ്രകൃതി സ്നേഹിയും കൂടിയാണ്. അപ്പോൾ അത്തരമൊരു ആള് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൈയഴിഞ്ഞ സഹായം ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതാണ് സെക്കൻഡ് കാർഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആ ഒരു നല്ല രീതിയിൽ ഒരു ചെറിയൊരു എമൗണ്ട് അല്ല നിങ്ങൾ ഉള്ളത്. ആ ഒരു എമൗണ്ട് നിങ്ങളോട് സഹായം ചോദിച്ചു വന്നൊരു വ്യക്തിക്ക്, ഒരു സുഹൃത്തോ അല്ല നല്ലൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ആരെങ്കിലും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടാവാം. ആ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നിങ്ങളൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ കൈമാറിയിട്ടുണ്ടാവാം. കാരണം ഇവിടെ നിങ്ങളെന്ന വ്യക്തിക്ക് കാണിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലായ്മയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന് തന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഒരു ഉൾക്കാഴ്ച ഇല്ലാണ്ടെന്ന് പറയാം അതിന്. ഉൾക്കാഴ്ച ഇല്ലാതെ അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കാരണം ഒരു വലിയൊരു ചെലവ് നിങ്ങൾക്കുണ്ടായി. അത് നിങ്ങളെ വല്ലാത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നതാണ്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത് റിവേഴ്സ് കാർഡാണ് വന്നേക്കുന്നത്. അപ്പൊ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായ നിങ്ങൾ
പിന്നീട് ഒരു തെറ്റായ തീരുമാനം മൂലം, കാരണം ഒരു ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം നിങ്ങളോട് ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഒറ്റ സാഹചര്യം കൊണ്ട് നിങ്ങൾ ഒരു കുത്തുവാളെടുത്ത് നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്തു, നിങ്ങൾ തന്നെ ആരോ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിങ്ങളൊരു നല്ല വിവേകമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ അതേപോലെ തന്നെ ഭയങ്കര ദയയും അനുകമ്പും, ആരെങ്കിലും സെന്റിമെന്റ്സോട് കൂടിയിട്ട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കാൻ ഒരു മടി കാണിക്കാത്ത വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ആത്മസുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം നിങ്ങൾ ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. കാരണം നിങ്ങൾക്ക് ഒരു ലൈഫിലൊരു ഒരു പേഷ്യൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ഒരു പക്ഷെ മുതലെടുത്തു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രയും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയതും മറ്റുള്ളവരുടെ ഒരു ഈ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ മനസ്സിലാക്കിയ കാരണം കൊണ്ടാണ് നിങ്ങളെന്ന വ്യക്തി ഇന്ന് ഒരു ദുഃഖത്തിലിരിക്കേണ്ടി വരുന്നത്. ആരൊരു വിഷമം പറഞ്ഞാലും കൈ അയച്ച് സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളൊരു സാഹചര്യം നോക്കാതെ സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ സഹായിച്ച കാരണം കൊണ്ട് ഇന്ന് നിങ്ങൾ വല്ലാത്തൊരു വേദനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയി എത്തി നിൽക്കുന്നത്. എന്താണെങ്കിൽ ബോട്ടം ഓഫ് ഡെക്ക് വന്നേക്കണതും നമുക്ക് പേജ് ഓഫ് സോഴ്സ് റിവേഴ്സാണ്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ പൈസ ചോദിക്കാൻ പോയിട്ട് ഒട്ടേറെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നിന്ദ്യമായ വാക്ക്, നിങ്ങളുടെ പൈസ നിങ്ങൾ കൊടുത്തിട്ട് പോലും നിങ്ങൾ നിന്ദ്യമായിട്ട് അപഹാസിക്കപ്പെട്ടിട്ടുണ്ടാവാം, അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം. മറ്റു പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ ഉണ്ടായിട്ടുണ്ടാവാം. ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ കുറച്ച് പൈസ അല്ല നിങ്ങൾ കൊടുത്തേക്കണം. അതുകൊണ്ടാണ് ലൈഫ് ലോങ്ങിൽ നിങ്ങൾ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ ഒറ്റ വഴിയുള്ളൂ, പൊരുതുക തന്നെ. സോഴ്സ് കാണിക്കണത് റിവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറയണത് യൂണിവേഴ്സ്, നിങ്ങൾ പൊരുതുക. കാരണം മറ്റുള്ളവരെ നോക്കിയിട്ട് അവരുടെ സെൻറ്റിമെൻറ്റ്സ് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ നിന്ദയും അപഹാസ്യവും അപമാനവും കേൾക്കേണ്ട വ്യക്തിയല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. കാരണം സോഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾ പൊരുത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിനോട് മാത്രമല്ല, നിങ്ങൾ ആരൊക്കെ വ്യക്തികളാണ് നിങ്ങളെ പറ്റിച്ചതെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ പൊരുതാനുള്ളൊരു തയ്യാറെടുപ്പ് എടുത്തിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പൊരുതുക തന്നെ ചെയ്യുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ബാലൻസിങ് ലൈഫിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ധനനഷ്ടം നിങ്ങൾക്ക് വരുത്തി വെച്ച ലൈഫ് ഒരു പക്ഷേ നിങ്ങൾ വേദനാജനകമായ ലൈഫായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പൊരുതേണ്ടിയിരിക്കുന്നു ഒട്ടേറെ എന്നതാണ് യൂണിവേഴ്സിൻ്റെ നിർദ്ദേശം. ലക്ഷ്മി മന്ത്രം ഞാനൊരു ശ്ലോകം ഞാനിവിടെ ജപിക്കാം. ഈ ഒരു ശ്ലോകം നിത്യം നിങ്ങൾ ജപിക്കൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒട്ടേറെ പേർക്ക് ഇത് നല്ലൊരു ശ്ലോകമാണ്. ഇത് ജപിക്കൂ. ലക്ഷ്മി ചാരു കുജ ദ്വന്ദ് കുങ്കുമാങ്കിത വക്ഷസേ നമോ ലക്ഷ്മി പദേ തുഭ്യം സർവാഭീഷ്ടപ്രദായിനി. ലക്ഷ്മി ചാരു കുജദന്ത കുങ്കുമാങ്കിത വക്ഷസേ നമോ ലക്ഷ്മി പദേ തുഭ്യം സർവാഭീഷ്ടപ്രദായിനി. ഇതൊരു ലക്ഷ്മി മന്ത്രമാണ്, മഹാലക്ഷ്മിയുടെ മന്ത്രമാണ്. കുബേരമന്ത്രം, അതായത് കുബേരമന്ത്രം ലക്ഷ്മി മന്ത്രം രണ്ടും വെവ്വേറെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളിത് ജപിക്കുക, നല്ല രീതിയിലേക്ക് തന്നെ 108 തവണ ജപിക്കാൻ കഴിയുമെങ്കിൽ ജപിക്കുക. അതിനുശേഷം ഈ ഗോതമ്പ് മാവ് ചെറിയ ചെറിയ പയർമണി പോലെ ആക്കുക വലിപ്പത്തിൽ. എന്നിട്ട് അത് ഉരുട്ടിയിട്ട് ഒരു 108 ഉണ്ടകൾ ഉണ്ടാക്കുക. അത് മീനുകൾക്ക് എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ ഓരോ ഉണ്ടകളും എടുത്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഓം ശ്രീ നമ എന്ന് പറഞ്ഞിട്ട് വേണം ഈ 108 എണ്ണം അറിയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഒട്ടേറെ മോചനം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ.
അപ്പൊ ഞാനൊരു ഒറക്കൽ കാർഡ്, ഇനി എന്താണ് മഹാദേവൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം അതും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ ആ നിർദ്ദേശം പോലെ നിങ്ങൾ മുന്നോട്ട് പോയി ഈ ശ്ലോകവും മന്ത്രവും ജപിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒട്ടേറെ വ്യത്യാസം വരുന്നതായിരിക്കും. ആദ്യ കാർഡ് കിട്ടിയേക്കുന്നത് ഹലാല വിഷം മഹാദേവൻ കഴിക്കുന്നതാണ്. അപ്പൊ ഈ ഹലാല വിഷം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള ജനങ്ങൾക്ക്, പൊതുവെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളെന്ന വ്യക്തി സമൂഹത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ നന്മകളും കുടുംബത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ കഷ്ടപ്പാടുകളും ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ നിന്നിട്ടുണ്ടാവാം. കാരണം മഹാദേവൻ ഹലാല വിഷം കഴിച്ചത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, മറ്റുള്ള പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആയിരിക്കാം നിങ്ങളും മറ്റ് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിഷം കഴിക്കണം, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്കൊരു രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് കേദാർനാഥാണ്. നിങ്ങൾക്കൊരു സ്ഥലം മാറ്റം, സ്ഥാനചലനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനചലനമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നതും അത് തന്നെയാണ്, ഒരു പ്രധാന മാറ്റം, നല്ലത് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ട് പുതിയ നല്ലൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സാഹചര്യം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം നിങ്ങളുടെ ആ ഒരു മാറ്റം അനിവാര്യമാണ്, എന്തായാലും ആ ഒരു മാറ്റം അനിവാര്യമാണ്. പക്ഷെ അത് പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം, ഒരു മേജർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ഒരു നഷ്ടപ്പെടലാണ് മറ്റൊന്ന് നേടുന്നത്. അപ്പൊ നിങ്ങളുടെ ഒട്ടേറെ നഷ്ടം, ധനം എല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഈ ഒരു സാഹചര്യം ഇങ്ങനെ ആയ കാരണം കൊണ്ട്. അപ്പൊ നഷ്ടത്തിനെ കുറിച്ച് ഇനി ഓർക്കേണ്ടല്ലോ, നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തിൽ നിന്ന് പുതിയത് ഉണ്ടാക്കുകയാണ്. കാരണം മഹാദേവന്റെ ആദ്യ കാർഡ് സൂചിപ്പിക്കുന്നത് കാളകൂടം വിഷം എങ്ങനെ ഉണ്ടായത്, ഒരു പുതിയ ഒരു രൂപീകരണത്തിലാണ് ആ കാളകൂട വിഷം ഉണ്ടായത്. കാരണം ആ സുഖിനെ കടഞ്ഞെടുത്തപ്പോഴാണ് അതൊരു പുതിയൊരു രൂപീകരണമായിരുന്നു. അതുപോലെ നിങ്ങൾക്കൊരു അനിവാര്യമായ മാറ്റം ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു അനിവാര്യ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഞാൻ വീണ്ടും പറയണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇനിയും അടുത്ത ആഴ്ച ഒരു യാത്രയും കൂടിയുണ്ട്, ആത്മീയ യാത്ര തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ ശ്രമിക്കാം കേട്ടോ. നന്ദി, നമസ്കാരം.